സംസ്കാരം എന്ന് പറഞ്ഞാൽ ബഹുഭാര്യത്വം സ്വീകരിച്ചിരുന്ന ആളാണ് സമസ്തയുടെ മുൻ സെക്രട്ടറി ചെറുശ്ശേരി ജയന്തിംസിൽ അറിയാം. അദ്ദേഹം 2 ഭാര്യമാരുണ്ടായിരുന്നു. അങ്ങനെ ഒന്നിലധികം ഭാര്യമാരുടെ ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റിക്കും 2 ഭാര്യമാരുണ്ടായിരുന്നു. ഫിസിക്കൽ ഫിറ്റ്നസ്സുള്ള പെണ്ണുങ്ങൾക്കും അങ്ങനെ ചെയ്തുകൂടാന്ന് 1-2 സഹോദരിമാർ ചോദിച്ചു. അത് പറ്റില്ല, അതുകൊണ്ട് ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല, അനുവദിച്ചിട്ടില്ല. കാരണം ഒറ്റ പുരുഷനും അംഗീകരിക്കാൻ കഴിയില്ല തൻ്റെ കൂടെ വേറൊരാളൂടെ ഉണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടാവില്ല. 1-ലധികം ഭാര്യമാരെ ഭർത്താക്കന്മാരെ വെച്ചുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു സ്ത്രീ ഉണ്ടാവില്ല സാധാരണ പ്രകൃതി അനുസരിച്ച്. അങ്ങനെ ഉണ്ടെങ്കിൽ അവളൊരു വേശ്യയായി, അവരുടെ പേരതാണ്. പറഞ്ഞ സത്യമാണ് എന്നുള്ളത് ജിഫിതങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. ഇത് തിരിച്ചു ചോദിച്ചാൽ മതിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് സംസ്ഥയുടെ സംസ്കാരത്തിൽ അതിൽ മറ്റൊരാൾക്ക് പറഞ്ഞോണ്ടായില്ലോ. ഏതിനെ പറ്റിയാണ് പറഞ്ഞത്? സംസ്കാരം എന്ന് പറഞ്ഞാല് ബഹുഭാര്യത്വം സ്വീകരിച്ചിരുന്ന ആളാണ് സമസ്തയുടെ മുൻ സെക്രട്ടറി ചെറുശ്ശേരി ജയന്തിംസിൽ അറിയാം. അദ്ദേഹം 2 ഭാര്യമാരുണ്ടായിരുന്നു. അങ്ങനെ 1-ലധികം ഭാര്യമാരുടെ ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റിക്കും 2 ഭാര്യമാരുണ്ടായിരുന്നു. അതിൻ്റെ ന്യായീകരണം എന്താണെന്ന് പരിശോധിക്കുന്നതിന് പകരം ഈ 2ാം ഭാര്യ കേൾക്കുമ്പോഴേക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് കാര്യമില്ല. അത്തരം സ്വഭാവമുള്ള ആൾക്ക് അതിൻ്റെ ന്യായീകരണം എന്താണ്? അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അത് അനിവാര്യമാണോ? ഫിസിക്കൽ ഫിറ്റ്നസ്സുള്ള പെണ്ണുങ്ങൾക്കും അങ്ങനെ ചെയ്തുകൂടാന്ന് 1-2 സഹോദരിമാർ ചോദിച്ചു. അത് പറ്റില്ല, അതുകൊണ്ട് ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല, അനുവദിച്ചിട്ടില്ല. കാരണം ഒറ്റ പുരുഷനും അംഗീകരിക്കാൻ കഴിയില്ല തൻ്റെ കൂടെ വേറൊരാളൂടെ ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമ്മളെ മക്കൾക്ക് വിവാഹാലോചന നടത്തുമ്പോൾ ഒരു വിവാഹിതയായ പെണ്ണിന് പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറാവില്ല. നമുക്ക് എന്താ കുഴപ്പമുള്ളത്? ഒരു ഭർത്താവുള്ളത് മാത്രമേ കുഴപ്പം. നല്ല എവിഡൻസുണ്ടാവും, ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, PhD പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് ഉണ്ടാവും. അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അത് വളരെ വലിയ സമ്പന്നയായിരിക്കും. അപ്പം അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടാവില്ല. 1-ലധികം ഭാര്യമാരെ ഭർത്താക്കന്മാരെ വെച്ചുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു സ്ത്രീ ഉണ്ടാവില്ല സാധാരണ പ്രകൃതി അനുസരിച്ച്. അങ്ങനെ ഉണ്ടെങ്കിൽ അവളൊരു വേശ്യയായി, അവരുടെ പേരതാണ്. അപ്പോൾ അത് ചോദിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് ഇസ്ലാം ഒരു പുരുഷന് 1-ലധികം ഭാര്യമാരെ അംഗീകരിച്ചെങ്കിൽ ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് 1-ലധികം പുരുഷന്മാരെ അംഗീകരിക്കുന്നില്ല? നോൺസെൻസാണത്. വിശദീകരണങ്ങൾ പറയേണ്ടത് പിന്നെ പറയുന്നില്ല. പ്രതിഷേധങ്ങളൊക്കെ എന്ത് പ്രതിഷേധങ്ങളുണ്ടായാലും പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അവർ പറഞ്ഞോളൂ, നല്ല ആൾക്കാർക്ക് അറിയുള്ളൂ.